ഹായ്, നമസ്കാരം. ടൂൾസ് വച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മാർബിൾ കട്ടർ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇന്ന് കാണാം. ഇതാ ഈ കാണുന്ന സാധനം നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. ഇത് ഡോങ്ചെങ് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ CM4SA എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ കട്ടർ. ഇത് മാർബിൾ കട്ടറാണ്. ഇതിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം തുറന്നു നോക്കാം എന്തൊക്കെയാണ് ഞാൻ തള്ളത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറഞ്ഞുതരാം. അത് വന്നിട്ട് പ്രത്യേകിച്ച് സംഭവമൊന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ സ്റ്റാൻലിയുടെ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ഇരിക്കുള്ളൂ. ഒരു അതിൻ്റെ അക്സസറീസ് ആയിട്ട് നമുക്ക് സ്പാനർ, ഓസ്, വെള്ളം കൊടുക്കുന്ന ഓസ്, സ്പാനർ, പിന്നെ ഇതിനകത്ത് ഒരു കാർബൺ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. കാർബൺ ഒരു എക്സ്ട്രാ ഉണ്ട്. അത് നമുക്ക് സാധാരണ കാർബൺ തന്നെയാണ്. സ്പ്രിങ് മോഡൽ CM4SA ഉപയോഗിക്കുന്ന സാധാരണ മോഡൽ കാർബൺ തന്നെയാണ്. കാരണം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് മോഡൽ കാർബൺ ഇപ്പോൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് പെട്ടിക്കകത്ത് വന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കമ്പനിക്കാർ തന്നെ ഒരു ബ്ലേഡ് നമുക്ക് ഇതിനകത്ത് ഇട്ട് തരുന്നുണ്ട്. ഈ ബ്ലേഡ് നല്ല അടിപൊളി ബ്ലേഡാണ്. ഞാൻ ഉപയോഗിച്ചതിനാണ്. നല്ല അടിപൊളി ബ്ലേഡാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറത്ത് കിട്ടണുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ വന്നിട്ട് കട്ടറാണ്. ഇതാണ് കട്ടർ. ഇത് മോഡൽ വന്നിട്ട് CM4SA എന്ന് പറഞ്ഞ മോഡലാണത്. സാധാരണ കോമൺ ആയിട്ടുള്ള മാർബിൾ കട്ടർ. ഇതിൽ വാട്ട്സ് എന്ന് പറഞ്ഞത് 1050 വാട്ട്സ് ആണ് ഈ മോട്ടർ പവർ കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കറക്കം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 13,000 RPM. ഇതിന്റെ റൊട്ടേഷൻ RPM എന്ന് പറഞ്ഞത് 13,000 RPM. പിന്നെ ഇത് ഫ്രണ്ട് വശമാണ് ഇതിന്റെ ഓപ്പൺ ചെയ്യണത്. ഇവിടെ നമ്മളിങ്ങനെ ഒക്കെ നാത്തം ചെയ്യണത് ഫ്രണ്ട് വശമാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇതിന്റെ ബെഡ് വന്നിട്ട് 10 സെന്റിമീറ്റർ തീർത്തും ഉണ്ടാവും. സ്റ്റാൻലിയുടെ 9.5 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. ഇത് 10 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ സ്റ്റാൻലി ആയിട്ട് ഇത് കമ്പയർ ചെയ്യാന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻലിനേക്കാളും ഇത് വെയിറ്റ് ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ സ്റ്റാൻലി വാട്ട്സും കൂടുതലാണ്, റൊട്ടേഷനും കൂടുതലാണ്, RPM കൂടുതലാണ്, വാട്ട്സും കൂടുതലാണ്. പിന്നെ ഇത് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ടൈൽസ് പണിക്കാർ, ഗ്രാനൈറ്റ് പണിക്കാൻ ടൈൽസിന്റെ പണി. കാരണം വെച്ചാൽ ഇത് വെയിറ്റ് കണ്ടമാനം നേരം പിടിച്ചിട്ടുണ്ടാലും കൈക്ക് അത്ര വേണം. മറ്റേത് കട്ട പണിക്കാരൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ പവർ കൂടുതലുണ്ട്. അതായത് സ്റ്റാൻലി ഡേസ് പറഞ്ഞാണ്. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ വയർ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഡോങ്ചെങ്ങിൻ്റെ എല്ലാ മെഷീൻ്റെയും വയർ നല്ല അടിപൊളി വയറാണ്, ക്വാളിറ്റിയുള്ള വയറാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് റബ്ബർ ബേസിലായിട്ടുള്ള വയറാണ്. സാധാരണ വന്നെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബേസ് ആയിരിക്കും വരുന്നത്. ഇത് റബ്ബർ ബേസാണ്. ഇതിങ്ങനെ ഇത്രയും ഫ്ലെക്സിബിളും പിന്നെ ഡാമേജ് ആവലും കുറവാണ്. ഞാൻ ഉപയോഗിച്ചേക്കാൻ വെച്ച് നോക്കുമ്പോൾ ഒരു 2-3 വർഷമായിട്ടുണ്ട് വയറ് മാറ്റേണ്ടി വന്നില്ല. മിഷ്യൻ കംപ്ലൈൻ്റ് ആയാലും വയറ് മാറ്റേണ്ടി വരാറുണ്ടായിരുന്നില്ല. അതാണ് ഇവരുടെ ഈ ഡോങ്ചെങ്ങിൻ്റെ ഒരു വയറിൻ്റെ അസാധ്യ സംഭവം പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങൾ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കോമൺ ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ്. നമ്മളിത് ഫസ്റ്റ് എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യലാണ്. ഇതിൻ്റെ ഫ്രണ്ട് വശം ഒരിക്കലും ഓപ്പൺ, വാട്ട്സ് അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു. ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ കട്ടറാണ്, നോർമൽ കോമൺ കട്ടറാണ്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് ചില ഡോങ്ചെങ്ങാണ്. ഡോങ്ചെങ്ങിന് ബേസ്, അതായത് ഈ ബോഡി ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതേപോലെ ഇവരുടെ ആർമേച്ചറുകളും നല്ല ക്വാളിറ്റിയുള്ള ആർമേച്ചറുകളാണ്. ഞാൻ ഉപയോഗിച്ചതുകൊണ്ട് പറഞ്ഞാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം. അപ്പോൾ ലൈൻ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. സ്മൂത്ത് ആയിട്ടുള്ള കറക്കമാണ്. വേറെ കത്തല് കാര്യങ്ങളൊന്നുമില്ല. മിഷ്യൻ നല്ല അടിപൊളി മിഷ്യനാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് 2,800-3,000 രൂപ. അതിൻ്റെ ഇടയിലായിരിക്കുള്ളൂ വില വരുന്നത്. ഞാനിത് എടുത്തേക്കണത് എറണാകുളത്ത് വൈറ്റിലയിൽ കൊല്ലൂരിൻ്റെ പാലത്തിനകത്ത് നിന്ന് കൊച്ചിൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അജീഷ് മച്ചാൻ്റെ കടയിൽ നിന്നാണ് എടുത്തേക്കണത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ എറണാകുളത്തോട്ട് ഇല്ല, വൈറ്റിലയിൽ. ഞാൻ നേരത്തെ അഡ്രസ്സിനകത്ത് ലൈൻ റൂട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട സംഭവങ്ങളൊന്നുമില്ല. ഡോങ്ചെങ്ങിൻ്റെ കമ്പനി CM4SA എന്ന് പറഞ്ഞ മോഡല്
ഫ്രണ്ടാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യണത്. പിന്നെ വാട്ട്സ് വന്നിട്ട് 1050 വാട്ട്സാണ്, 250 വോൾട്ട്. പിന്നെ ഇതിൻ്റെ കറക്കം എന്ന് പറഞ്ഞാൽ 13,000 പെർ മിനിറ്റ് ആണ്. RPM എന്ന് പറഞ്ഞാൽ 13,000 ആയിരിക്കും. അതതിൻ്റെ ഇതുള്ളത്. പിന്നെ ഇപ്പം വേറെ ഇനി പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.